പുതുതായി രൂപം കൊണ്ട ഒരു ജനാധിപത്യ കേരളത്തിൽ ആദിവാസിയുടെയും ദളിതിൻ്റെയും സ്ഥാനനിർണ്ണയം വരുന്നപ്പോൾ അവരെ വീണ്ടും അടിമകളായിട്ട് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ദളിതാദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ച് ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള നവോത്ഥാനം കൊണ്ട് മാത്രം അവരുടെ വിമോചനം കഴിയില്ല. വയനാട്ടിൽ 2500ഓളം ആദിവാസി വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഇതിൽ 1000 പേരെ കൊണ്ട് പകരക്കാരെ വെച്ച് പരീക്ഷ എഴുതിക്കുന്നുണ്ട്, സ്ക്രൈബിനെ വെച്ച്. ഹയർ സെക്കൻഡറി പാസ്സാകുന്ന കുട്ടികളിൽ 300-350 കുട്ടികളൊക്കെ ഉണ്ടാകും. ഇവർക്ക് പിന്നെ ഡിഗ്രിയിലേക്കൊന്ന് കയറി പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പബ്ലിക് സ്കൂൾ അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയ്ക്ക് ഒഴുക്കിനെ തടഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ ബെനിഫിഷ്യറീസ് മുഴുവൻ അർബൻ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്കാണ്. എന്താണ് കേസിൻ്റെ സ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഗൂഗിളിനെതിരെ ഒരു പോസ്കോ കേസ് നിലനിൽക്കില്ല. അപ്പം പിന്നെ എന്ത് തരം കേസാണ് ഈ കുട്ടിയുടെ പേരിലുള്ളത്? അപ്പം കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാണോ? എന്താണ് ഒഫൻസ്? ഇതൊന്നും തന്നെ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഒരു സ്വഭാവം 2 ലെവലിലുള്ള 2 തലത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. ഒന്ന് സ്പെസിഫിക്കായി ഗൂഗിളിൻ്റെ മരണം, അത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തത് ഗൂഗിളിനെ പോലുള്ള നിരവധി ഗൂഗിൾമാരെ ഇങ്ങനെ കൈകാര്യം ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാഷിനെ പോലുള്ള ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള മാഷിനെ പോലുള്ളവർ എന്താവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്? അവിടെ ഒരു സമിതി ഉണ്ടായിട്ടുണ്ട്. ആ സമിതി ഉന്നയിച്ചിരിക്കുന്നൊരു വിഷയം പോസ്കോ കേസുകളിൽ ഈ പറയുന്ന അശാസ്ത്രീയം അല്ലെങ്കിൽ ഒരു വംശീയമായ സമീപനത്തോട് കൈകാര്യം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. അതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഗൂഗിളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം CBI ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. ഈ കുറ്റവാളികളായ എല്ലാ പോലീസുകാരെയും എതിരെയും കൃത്യമായ നടപടി ഉണ്ടാവണമെന്നാണ് അവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് മാത്രം പോരാൻ തോന്നുന്നു. ഞാനതൊരു ആവശ്യപ്പെട്ടത് തെറ്റാണെന്നല്ല പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നാളിതുവരെയുള്ള പോസ്കോ കേസിൽ ഇവർക്ക് പറ്റിയതിനെ സംബന്ധിച്ചുള്ളൊരു ജുഡീഷ്യൽ റിവ്യൂ നടക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 2018-19 35 പേരാണ് പേരിൽ. അതെ, അതിനോടനുബന്ധിച്ച് ഈ പോസ്കോ കേസുകൾ പോലുള്ള ഇത്തരം കേസുകൾ ഈ ആദിവാസി സമൂഹത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നത്? അല്ലെങ്കിൽ അതൊരു വംശീയതയുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് അതിനുണ്ടാവുന്നത്? നമുക്ക് പോസ്കോ കേസ് നിയമം ഒരു മോശം നിയമമാണെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ആദിവാസി സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ പോസ്കോ കേസിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല. പരമാവധി പറഞ്ഞാൽ ഒരു ചൈൽഡ് മാരേജ് ആക്ടിൻ്റെ ലംഘനം മാത്രമേ ആകുന്നുള്ളൂ. തട്ടിക്കൊണ്ടുപോകുക എന്നതല്ല, റേപ്പ് ചെയ്യുന്നതല്ല, മനസ്സിലായല്ലേ? പെനിട്രേറ്റീവ് അസോൾട്ടല്ല, അസോൾട്ടൊന്നും അല്ല ഇതിനകത്തുള്ളത്. 2 പേര് ഉഭയസമ്മതപ്രകാരം നടക്കുന്ന വിവാഹവും ആ വിവാഹത്തിൽ അന്തർലീനമായിരിക്കുന്നത് പ്രണയമാണെന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഈ വളരെ വൈകൃതമായുള്ളൊരു മനസ്സിൻ്റെ ഉടമകളായുള്ള പോലീസുകാരും ഡോക്ടർമാരും ജഡ്ജിമാരൊക്കെ ഇരുന്നിട്ട് ഇത് പോസ്കോ കേസിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് അതിനൊക്കെ റേപ്പായി കാണുന്ന ഒരു മനോവൈകൃതമുണ്ട് ഇവരുടെയൊക്കെ തന്നെ. ആ വൈകൃതത്തിൻ്റെ അടിസ്ഥാനം വംശീയതയാണ്. സോ അത്തരം കേസുകൾ മുഴുവൻ റിവ്യൂ ചെയ്യപ്പെടണം. കുറ്റം ചെയ്ത് വിചാരണ ഇതായിരിക്കാം ബാബുവിൻ്റെത്, പക്ഷേ അതൊരു ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടക്കുകയും ദേശീയ തലത്തിലുള്ള എല്ലാ ഏജൻസികളും, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ ഗോത്രവർഗ കമ്മീഷൻ, എന്നിട്ട് അതിനകത്തൊരു നടപടിക്രമം ഉണ്ടാക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഡോക്ടർമാരും ഏത് കുറ്റം പണ്ട് BR കൃഷ്ണനുണ്ട്, കുറ്റം കാലഹരണപ്പെടുന്നില്ല. ആ കുറ്റം കാലഹരണപ്പെടുന്നില്ലെങ്കിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെ അകത്ത് പോകേണ്ടതാണല്ലോ, അല്ലേ? രാജ്യത്തിൽ ഒരുപാട് ദേശീയ നേതാക്കൾ ഈ ബാലവിവാഹം നടത്തിയ ആളുകൾ, അവരെല്ലാം തന്നെ പാരമ്പര്യമായിട്ട് കുറ്റവാളികളാണെന്ന് നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കൊണ്ടുവരും. പക്ഷേ അതങ്ങനെയല്ല. ആചാരപരമായി അവർ തുടരുന്ന ഒരു രീതിയിൽ ഒരുപക്ഷെ അവർക്ക് ബോധവൽക്കരണം ആവശ്യമായിരിക്കാം. ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറക്ക് വിവാഹപ്രായം ആയതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുന്നതായിരിക്കാം ആരോഗ്യപരമായ കാരണം കൊണ്ടും സാമൂഹികമായിട്ടുള്ള അതിൻ്റെ ഒരു കെട്ടുറപ്പിനൊക്കെ നല്ലതായിരിക്കും എന്ന് വേണമെങ്കിൽ അവരെ ഉപദേശിക്കാനൊക്കെ ആവശ്യമുണ്ട്. മാഷ് ഇപ്പോൾ പറഞ്ഞിരുന്ന മനസ്സിലാകുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരായാലും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പോലീസായാലും അല്ലെങ്കിൽ കോടതിയായാലും ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നവരുടെ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ ഒരു വംശീയത എന്ന് പറയുന്ന ഒരു സംഗതി ആദിവാസി സമൂഹത്തിന് നേരെ അതിക്രമത്തിൻ്റെ രൂപത്തിൽ പലപ്പോഴും അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് മാഷ് നോക്കിക്കാണുന്നത്?
ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ടാണ്. പോസ്കോ കേസിൽ മാത്രമല്ല, എല്ലാ ഒരു സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹിക വ്യവഹാരങ്ങളിലും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ, അത് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, പോലീസുകാരായിട്ട്, ജഡ്ജസ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, അവരതിനെ വംശീയമായി തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. നമ്മളെ മുമ്പിലൊരു ചരിത്രമുണ്ടല്ലോ, സ്കൂളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, അപൂർവം പേര് മാത്രമേ, അവിടെ ഒരു സിവിൽ സൊസൈറ്റി ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഒരു സിവിൽ സമൂഹം തന്നെ വയനാട് പോലത്തുള്ള സ്ഥലത്തൊന്നുമില്ല. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാൻ, നമുക്കിപ്പം വയനാടിൽ ഇതുപോലൊരു ദുരന്തം നടക്കുന്ന പ്രദേശത്ത് തന്നെയാണല്ലോ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആദിവാസി സമരം, മുത്തങ്ങ സമരമൊക്കെ നടന്നത്. മുത്തങ്ങ സമരത്തിൽ ആയിരക്കണക്കിന് ആദിവാസികളെ വംശീയമായി ഒരു ഘട്ടത്തിൽ 2003 ഫെബ്രുവരി മാസം സുൽത്താൻ ബത്തേരിയോ കൽപ്പറ്റയോ അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മുത്തങ്ങ സമരത്തിന് ശേഷം റേഷൻ വാങ്ങിക്കാൻ പോയിട്ടുള്ള ആദിവാസികളെ പോലും അവിടുത്തെ സിവിൽ സമൂഹം തന്നെ പിടിച്ച് പോലീസിന് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആർക്കും തല്ലാം ഫ്രീ ആയി അവർക്ക് സൗജന്യമായി കിട്ടുന്ന ഒരു അവസരവും ആരും വിനിയോഗിക്കാതിരുന്നിട്ടില്ല. കറുത്ത തൊലിയുള്ളൊരു മനുഷ്യൻ സഞ്ചിയും തൂക്കി പ്ലാസ്റ്റിക് കൂടുമായിട്ട് റേഷൻ കടയിലോ ചായക്കടയിലോ ഇരിക്കുന്നുണ്ടല്ലോ, അവനെ പിടിക്കുകയും മോബ് സൈക്കോളജിക്ക് അങ്ങനെ ഗുജറാത്തിലുള്ള വംശീയതയെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഒരു വംശീയമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ നിമിഷങ്ങൾ മതി. അതിനാകെ വേണ്ടത് സിവിൽ സൊസൈറ്റിയുടെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, പത്രം, മാധ്യമങ്ങൾ, പോലീസ്, അവർക്കെല്ലാം തന്നെ അതിന് ഒന്നുകിൽ അതിനോട് നിശബ്ദത പാലിക്കണം, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു അന്തരീക്ഷം കിട്ടിയാൽ വെളുത്ത ഷർട്ടും നല്ല സുമുഖനായിട്ടുള്ള ഏത് യുവാവും ഏത് നിമിഷവും ഏത് വർഗീയവാദിയും വംശീയവാദി ആദിവാസികളുടെ കാര്യത്തിലാകും എന്നുള്ളത് മുത്തങ്ങ സംഭവം വെളിവാക്കിയാണ്. 2 ആഴ്ചക്കാലം പൂർണ്ണമായും വയനാടിൻ്റെ സ്ട്രീറ്റ് മുഴുവൻ ഭരിച്ചിരുന്ന അവിടുത്തെ ക്രിമിനൽസ് ആയിരുന്നു. അൺവാണ്ടഡ് ഇവർ ടെമ്പോവനിലിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, കിട്ടുന്നവരൊക്കെ പിടിക്കുന്നു, കൊള്ളയടിക്കുന്നു. ഇത് ഞാൻ എന്തും ചെയ്യാൻ പറഞ്ഞു, റേപ്പ് ചെയ്യുന്നു. ഇത് വയനാട്ടിൽ നടന്നതാണത്. പോലീസ് നോക്കി നിൽക്കും, പോലീസ് അതിനെല്ലാ സൗകര്യം ചെയ്യും. അഥവാ ക്രിമിനലുകളാണ് പിടിച്ച ഇത്തരം ആളുകളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. ഞാനൊക്കെ അതിന് വിധേയനായിരുന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഇടതെന്നോ വലതെന്നോ BJP എന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിം എന്നോ ഈഴവനെന്നുള്ള ആ ഒരു വ്യത്യാസമില്ലാതെ ഇവരെല്ലാം ഒന്ന് കാടിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഈ കാട്ടുന്ന ആദിവാസികളെ ഇറക്കിയത്, ആണോ? ഇന്നിപ്പോൾ ഇവരെല്ലാം തന്നെ ആനയും കടുവയും പിടിക്കുമ്പോൾ വന്യജീവികൾ ഇവരെ കൊന്നൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ മറുപടി കിട്ടിക്കൊണ്ടിരിക്കുക എല്ലാ രാഷ്ട്രീയക്കാരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ വംശീയത എല്ലാ ജാതികളിലും ശക്തമായിട്ടുണ്ട്. അത് ആദിവാസികളുടെ കാര്യത്തിൽ വരുമ്പോൾ അവരൊറ്റക്കെട്ടായി ബിഹേവ് ചെയ്യാൻ വലിയ സാധ്യത നിലനിൽക്കുന്നത്. ഈ സോഷ്യൽ സൈക്കാണ് ഇതിലും പ്രവർത്തിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഈ കേരളത്തിൽ നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായി മറ്റെല്ലാ സമുദായങ്ങളും വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നായർ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളൊക്കെ. അങ്ങനെയാണ് കേരളത്തിൽ അവർ വലിയൊരു പൊളിറ്റിക്കൽ ഫോഴ്സായി മാറുന്നത് 50കൾക്ക് ശേഷം പ്രത്യേകിച്ചും. ഇതിൻ്റെയൊക്കെ ഒരു പിന്തുടർച്ചയായി മോഡേണിസമൊക്കെ തന്നെയാണല്ലോ, മുതലാളിത്തം മോഡേണിസമൊക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിനുള്ള പ്രതികരണം ദളിത് വിഭാഗങ്ങളും കാട്ടിയിട്ടുണ്ട്. ഇപ്പം പൊയ്കലപ്പച്ചൻ്റെ ആണെങ്കിലും ആത്മയങ്കാളിയും ജോൺ ജോസഫ് ഇവരുടെയൊക്കെ മൂവ്മെൻറ്റ് അങ്ങനെയുള്ളതാണ്. പക്ഷേ പുതുതായി രൂപം കൊണ്ടൊരു ജനാധിപത്യ കേരളത്തിൽ ആദിവാസിയുടെയും ദളിതിൻ്റെയും സ്ഥാനനിർണ്ണയം വരുന്നപ്പോൾ അവരെ വീണ്ടും അടിമകളായിട്ട് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് ഗോത്രവർഗ വിഭാഗങ്ങളുള്ളത്. അവരെ മനുഷ്യരായി പോലും പിന്നീട് 1950 ശേഷം പരിഗണിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഭൂപരിഷ്കരണം നടക്കുമ്പോഴും ഇവരുടെ സ്വയംഭരണമോ ഇവരുടെ ഭൂമിയുടെ വിഷയമോ ഒന്നും തന്നെ ചർച്ചയിൽ പോലും വന്നിട്ടില്ല. അങ്ങനെ നിയമങ്ങളുണ്ടോ ഭരണഘടനാ വകുപ്പുകളുണ്ടോ എന്നുള്ളവരും ഏറ്റവും പുരോഗമന കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെ ഉണ്ടായിരുന്നൊരു പീസ് ഓഫ് ലെജിസ്ലേഷൻ ഇവരുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കാനുണ്ടായിരുന്ന 75 നിയമമാണ്. അത് 99 റദ്ദാക്കുകയും ചെയ്തു. പിന്നെ എന്തെങ്കിലും ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നത് 80-90 ശേഷമുള്ള വളരെ ശക്തമായ ഇവരുടെ തിരിച്ചുവരവാണ്. ഗോത്രമഹാസഭ പ്രസ്ഥാനം, കുടിൽകിട്ട് സമരം, നിൽപ്പ് സമരം, നേരത്തെ പറഞ്ഞ മുത്തങ്ങ സമരം തുടങ്ങിയ ഒരു 90 ശേഷം പ്രത്യേകിച്ചും ഒരു പോസ്റ്റ് ഗ്ലോബലൈസേഷൻ പ്രോസസ്സിൽ കാര്യമായി കേരളത്തിലെ ഈ മാർജിനലൈസ് കമ്മ്യൂണിറ്റികൾ ഇടപെട്ടിട്ടുണ്ട്. ദളിത് വിഭാഗങ്ങൾ കുറിച്ചി സമരം, കുണ്ടള സമരം തുടങ്ങിയ സമരങ്ങളിലൂടെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റമുണ്ട്, തോട്ടം തൊഴിലാളികളുടെ മുന്നേറ്റമുണ്ട്, ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ സമരമുണ്ട്. അങ്ങനെ ഏറ്റവും മോസ്റ്റ് മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന വിഭാഗങ്ങളുടെ മുന്നേറ്റങ്ങൾ 90 ശേഷം ശക്തമാകുമ്പോഴും അവരാ അർത്ഥത്തിൽ പരിഗണന കിട്ടേണ്ട ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്. ഇവരോട് നീതി കാണിച്ചിരുന്നില്ല എന്ന് ഈ നവോത്ഥാന നേതാക്കളാരും സമ്മതിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോഴും ഒരു 50,000-ഓളം 1,00,000-ഓളം കോളനികളുണ്ട്. ഈ കോളനികളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ പണ്ട് അടിമകളായി പരിഗണിക്കപ്പെട്ടിരുന്ന, വിൽക്കുകയും വാങ്ങപ്പെടുകയും ചെയ്ത മനുഷ്യർക്ക് ഒരു 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 പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്നുള്ള നിലയിൽ ആകെയുള്ളത് കോളനികളിൽ ജീവിക്കാനുള്ള അവകാശം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കോളനി വിട്ട് കൃഷിഭൂമിയിലേക്ക് പോകണം എന്ന വലിയൊരു അഭിവാഞ്ചയാണ് ഗോത്രവർഗ വിഭാഗങ്ങൾ 90-കൾ മുതൽ കാണിക്കുകയും മുത്തങ്ങ സമരം പോലുള്ള സമരം നടത്തുകയും ഒക്കെ ചെയ്തതെങ്കിലും അതിനെ സ്റ്റേറ്റും ഈ പറയുന്ന സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വളരെ വംശീയതയോട് ഇടപെട്ടതിൻ്റെ ഫലമായിരുന്നു മുത്തങ്ങയിലുള്ള പോലീസ് ഫയറിങ്ങും. ഒരു നവോത്ഥാന സമരത്തിനെതിരെയും കേരളത്തിൽ വെടിയുതിർത്തിട്ടില്ല എന്നുള്ള മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ ഒരു നവോത്ഥാന സമരമായി ഭൂസമരങ്ങളെ കാണേണ്ടതില്ല. അതൊരു സോഷ്യൽ അപ്രൈസിംഗ് ആണ്, സോഷ്യോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സാമൂഹിക വിപ്ലവത്തിൻ്റെ ഭാഗമാണ്. ദളിതാദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ച് ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള നവോത്ഥാനം കൊണ്ട് മാത്രം അവരുടെ വിമോചനം കഴിയില്ല. പൂർണ്ണമായൊരു ഭൂമി, വിഭവാധികാരം, അധികാരം തുടങ്ങിയവയെല്ലാം ലഭ്യമാകുന്ന, സ്വയംഭരണം ഉൾപ്പെടെ ലഭ്യമാകുന്ന ഒരു സോഷ്യൽ അപ്രൈസിംഗ് വഴി മാത്രം അവരുടെ വിഷയം പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനോട് കേരളത്തിലെ ജനാധിപത്യം വെടിവെച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ആ വെടിവെപ്പ് ഈ പറയുന്ന വംശീയതയുടെ മറ്റൊരു മുഖമാണ്. അതാണ് ഞാനതിൻ്റെ ലാൻഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വയനാട്ടിൽ ഇപ്പോഴും തുടരുന്ന, വയനാട്ടിലെ കേരളത്തിലെ ആദിവാസികൾ നടക്കുന്ന മറ്റ് ചില വംശീയമായ സമീപനവും കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കാം. നമുക്കിപ്പോൾ ഏതൊരു സമൂഹത്തിനും രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി, ഒരു ടൂളെന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണല്ലോ. കേരളത്തിൽ മുമ്പത്തെ പോലെയല്ല ഈ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ശക്തമായിട്ടുള്ള വിദ്യാഭ്യാസ ത്വര, ഡിമാൻഡ് അവരുടെ ഉള്ളിൽ നിന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ, വയനാട്ടിൽ 2,500-ഓളം ആദിവാസി വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഇതിൽ 1000 പേരെ കൊണ്ട് പകരക്കാരെ വെച്ച് പരീക്ഷ എഴുതിക്കുന്നുണ്ട്, സ്ക്രൈബിനെ വെച്ച്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി താഴോട്ട് പോകും. ഇത് ആരാണ് ചെയ്യിക്കുന്നത്? ഇത് വിദ്യാഭ്യാസ വകുപ്പ്, മന്ത്രി ശിവൻകുട്ടിയുടെ വകുപ്പ് തന്നെ. അതാണ് പ്രശ്നം. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ള നിലയിൽ 8, 9, 10 കുട്ടികളെ ഇപ്പം തോൽവി ഉറപ്പാക്കിയിട്ടുണ്ട്. അറിയാമല്ലോ അത്. അത് ഇടതുപക്ഷ സർക്കാർ വളരെ ശക്തമായി, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി നിർബന്ധമായൊരു സ്റ്റാൻഡ് എടുത്തിട്ടാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ അത് ന്യായമാണ്. കാരണം ആഗോളതലത്തിൽ വരുന്ന വലിയ ട്രാൻസ്ഫോർമേഷനൊപ്പം നമുക്കും കൂടി മത്സരിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. 10ാം ക്ലാസ് പാസ്സാകുമ്പം എല്ലാ കുട്ടികൾക്കും. അപ്പോൾ 8ൽ ഈ വർഷം തോൽപ്പിക്കുന്നുണ്ട്, അവർക്ക് പിന്നെ പരീക്ഷയുണ്ട്, സേ പരീക്ഷയുണ്ട്. 9ലും 10ലും അത് അടുത്ത വർഷം ഉണ്ടാക്കും. പക്ഷേ ഇത്രയും കർക്കശമായ തീരുമാനമെടുത്തൊരു ഗവൺമെൻറ് വയനാട്ടിൽ ഈ വർഷം 1200 കുട്ടികളെ 10ാം ക്ലാസ്സിൽ സ്ക്രൈബിനെ വെച്ച് എഴുതിക്കുന്നു, പരീക്ഷ പകരക്കാരെ. ഈ സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതിക്കുക എന്ന് പറയുന്ന രീതി, ആ ഒരു അന്ധനായ കുട്ടിക്ക് ഒരാളെ പകരം വെച്ച് എഴുതിപ്പിക്കാം ആസ് പെർ ലോ, അല്ലെങ്കിൽ അതർവൈസ് ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിക്ക്. അതിനാണ് ഈ സ്ക്രൈബ് എന്ന് പറയുന്നത്. പക്ഷേ ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു സ്ഥിര പരിപാടിയുണ്ട്. ഇൻ്റലക്ച്വലി എഡ്യൂക്കേഷണലി ഡിസേബിൾഡ്, IED എന്ന് പറയുന്നൊരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് സർട്ടിഫൈ ചെയ്യും. ആ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയാനും പോലും അവനെ കൊണ്ട് പരീക്ഷ എഴുതിക്കില്ല. സ്കൂളിന് 100% റിസൾട്ട് ഉറപ്പ് വരുത്താൻ കോപ്പി അടിപ്പിക്കുന്നു വേറെ ആൾ. അതൊരു ലീഗലായ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് ക്രൈമാണത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ക്രൈം. അത് അംഗീകരിക്കപ്പെട്ടതാണ്. ഇത് നിഗൂഢമായി ചെയ്യുന്നൊരു കാര്യമാണ്. നിയമപരമായിട്ട് നിയമപരമായിട്ട് ഉള്ളൊരു ലൂപ്പോൾ ഉണ്ടാക്കാനാണ് IED എന്നൊരു സർട്ടിഫിക്കേഷൻ ഡോക്ടറെ കൊണ്ട് ചെയ്യിക്കുന്നത്. അങ്ങനെ ഒരു കുട്ടി ഇൻ്റലക്ച്വലി ബാക്ക്വേർഡ് അല്ലല്ലോ, ഇവൻ മന്ദബുദ്ധിയാണ് എന്ന് അങ്ങനെ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതിച്ചിരിക്കുന്നത് 1200 കുട്ടികളെയാണ്. അതിൽ എൻ്റെ അറിവിൽപ്പെട്ടെടുത്തോളം 700 കുട്ടികൾ ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട കുട്ടികളാണ്. ഇങ്ങനെ ഇതെന്ത് സാമൂഹിക പ്രത്യാഘാതമാണ് ഇത് ഉണ്ടാക്കുക? ഈ കുട്ടികൾ പിന്നെ ഒരു ഇഞ്ചിപ്പാടത്തിലേക്ക് പോയിക്കൊള്ളണം എന്നുള്ളതാണ്. ഇവൻ എഴുത്തും വായനയും അറിയാത്ത ഒരാൾ പേരിൽ 10ാം ക്ലാസ് പാസ്സായി എന്നൊരു പേരുണ്ടാക്കുകയും, മനസ്സിലായില്ലേ, ഈ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ആത്മവിശ്വാസം നശിപ്പിക്കുകയാണ്. അതോടുകൂടി ഞങ്ങൾ ഒരുപാട് കുട്ടികളെ കണ്ടെത്താറുണ്ട് ഇങ്ങനെ. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം കാക്കവയൽ എന്ന് പറയുന്നൊരു സ്കൂളിൽ 44 കുട്ടികളാണ് +1 പകരക്കാർ വെച്ച് എഴുതിയത്. ഈ വർഷം കല്ലൂർ ഒരു സർക്കാർ സ്കൂളിൽ, എയ്ഡഡ് സ്കൂളാണിത് കൂടുതലും ചെയ്യുന്നത്, 23 കുട്ടികളെ +1 പകരക്കാർ വെച്ച് എഴുതിയത്. എവിടെ? വയനാട്. ഇതൊരു മാസീവായി നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് മെക്കാനിസം ഓഫ് ഒരു വംശീയമായി വരെ അകറ്റുകയാണിത് ഈ പ്രോസസ്സിൽ നിന്ന്. ഈ കുട്ടിക്ക് പിന്നെ എവിടെയും പോകാൻ പറ്റില്ല, മനസ്സിലായില്ലേ.
അതായത് ഈ ഇനി 10ാം ക്ലാസ്സിൽ പാസ്സായാൽ തന്നെ ഇവർക്ക് +1 അഡ്മിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതില്ല. ഈ 2500 കുട്ടികൾ ശരാശരി വയനാട്ടിൽ 10th പാസ്സാകും. ഈ കുട്ടികളിൽ ആകെ അഡ്മിഷൻ കൊടുക്കുന്ന 700 കുട്ടികൾക്കാണ്. അപ്പോൾ 700 കുട്ടികൾ കൊടുക്കുകയും ബാക്കി 1300 അല്ലെങ്കിൽ 1800 കുട്ടികൾ സ്ട്രീമിൽ നിന്ന് ഔട്ടാകണം. ഇവൻ പിന്നീട് കൂലിപ്പണിക്ക് പോകണം. ഇപ്പോൾ കുട്ടിക്ക് വേറെ എവിടെയെങ്കിലും കയറാനുള്ള IT-യിലും മറ്റെവിടെയും കയറാനുള്ള ഒരു ചാനലും ഇവർ ഒരുക്കുന്നില്ല. ഇനി +1 അഡ്മിഷൻ കിട്ടി +2ലേക്ക് വരുന്ന 700 കുട്ടികളിൽ ഒരു 1/3 അല്ലെങ്കിൽ പകുതിയോളം കുട്ടികൾ അതിൻ്റെ പാതി വഴി കൊഴിഞ്ഞു പോകും. ഹയർ സെക്കൻഡറി പാസ്സാകുന്ന കുട്ടികളിൽ 300-350 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. ഇവർക്ക് പിന്നെ ഡിഗ്രിയിലേക്കൊന്ന് കയറി പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മനസ്സിലായില്ല. കാരണം വയനാട് വിട്ട് മറ്റ് ജില്ലകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. ഇപ്പം 4 ഇയർ കോഴ്സിലേക്ക് മാറിയിരിക്കുന്നു. 4 ഇയർ കോഴ്സിലേക്ക് മാറി ഏത് യൂണിവേഴ്സിറ്റികളാണ് ഒരു ബെറ്റർ കോഴ്സ് എന്നൊന്നും തന്നെ ഇവർ അഡ്വൈസ് ചെയ്യാൻ ആരുമില്ല. കാരണം ഇവർ ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സാണ്. അച്ഛനും അമ്മയും തന്നെ സ്കൂളിൽ പോയവരായിരിക്കില്ല, പഠിതാക്കളായിരിക്കില്ല. അപ്പോൾ ഇത്തരം പരാധീനതയുള്ളൊരു കമ്മ്യൂണിറ്റിയെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഈ വിഷയം ഈ 8, 9, 10 ഇങ്ങനെ തോൽപ്പിച്ച് വരുന്ന രീതി വന്നപ്പം ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ഇതിനെ എതിർത്തിരുന്നു. അധ്യാപക സംഘടനകൾ. മന്ത്രി ഇതിനോട് പ്രതികരിച്ച് ഇത് നിങ്ങൾ പറയുന്ന കുറച്ച് ആദിവാസി കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലേ എന്ന വളരെ വംശീയമായൊരു തുറന്നൊരു അഭിപ്രായം പുള്ളി പറഞ്ഞത്. ഇത്രയും പേര് ഇങ്ങനെ അങ്ങ് പോകുന്നതിൽ ഒരു ക്രൈം ഉള്ളതായി, ഒരു സോഷ്യൽ ക്രൈം ഉള്ളതായി ഭരണാധികാരികൾക്ക് തോന്നുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പം അടുത്ത കാലത്ത് നടക്കുന്നൊരു പുതിയ ട്രെൻഡ് എല്ലാ തരത്തിലുള്ള ഗ്രാൻറ്റുകളും ദേശീയ തലത്തിൽ കുറച്ചുകൊണ്ടിരിക്കുക. അറിയാമല്ലോ, വിദ്യാഭ്യാസ ഗ്രാൻറ്റുകളൊക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ട് 2-3 വർഷമായി. ഇനി അവർ അഥവാ ഹയർ എഡ്യൂക്കേഷനിൽ വരണം എന്നുള്ള സാധ്യതകളും കുട്ടിയടക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ഗ്രാൻഡ് പല സ്റ്റേറ്റുകളിലും സംസ്ഥാന ഗവൺമെൻറ് ആന്ധ്രയിലൊക്കെ തന്നെ അവർ കേന്ദ്രവിഹിതം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ആ പോർഷനും കൂടി ഗവൺമെൻറ് തന്നെ കൈകാര്യം ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ പറയുന്ന തരത്തിൽ വിദ്യാഭ്യാസപരമായി ഈ മുന്നോട്ട് വരാനുള്ള സാധ്യതയിലും ഈ പറയുന്നൊരു വംശീയമായ ഒരു 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 ഉപബോധ മനസ്സ് നമ്മുടെ സോഷ്യൽ സ്ട്രീമിൻ്റെ അധികാര ബന്ധങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരത് അറിയുന്നില്ലത്, അല്ലെങ്കിൽ അവർ ഞങ്ങളിങ്ങനെ വംശീയമായിട്ടാണ് ചെയ്യുന്നതെന്നൊന്നും തന്നെ അവരറിയാത്ത നിലയിൽ ഇതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെക്കാനിസമാണ്. കാരണം ഇങ്ങനെ ഒരു വീക്കർ കമ്മ്യൂണിറ്റിക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുണ്ട് എന്നൊരു അവബോധം ഗവൺമെൻറ് സംബന്ധിച്ചില്ല. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ നാട് വളരെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റമുള്ള ഒരു സമൂഹമാണ്, നമുക്കറിയാം. കേരളത്തിൽ 4 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നു. അപ്പോൾ അടുത്ത കാലത്ത് ധാരാളം കുട്ടികൾ അൺഎയ്ഡഡ് മേഖലയിലേക്ക് ഒഴുകുന്നത് കാരണം പബ്ലിക് സ്കൂളുകളിൽ പോകുന്നതിനെ പ്രതിരോധിക്കാൻ ഗവൺമെൻറ് 2016 മുതൽ റീജുവനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മിഷൻ, വിദ്യാഭ്യാസ മിഷൻ എന്ന് പറയും, ഒരു മിഷൻ മാതൃകയിലൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 3000 കോടി രൂപ വേൾഡ് ബാങ്കിൽ നിന്ന് ഒരു ഫണ്ടും വാങ്ങിച്ചിട്ട് 1500 കോടി രൂപ. എനിവേ അതിന് ശേഷം ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം സ്കൂളുകളുടെ ചുറ്റുമതിൽ മോടിയൊടിപ്പിക്കുക, സ്കൂളുകൾ ഹൈടെക് ആക്കുക, ഗവൺമെൻറ് സ്കൂളുകൾ. അങ്ങനെ ഒരു 300-നടുത്ത് സ്കൂളുകൾ ഹൈടെക് ആക്കിയാണ്. 2 കോടി മുതൽ 3 കോടി രൂപ വരെ ലാബുകൾ ശീതീകരിക്കുക, AC ലാബ് അറ്റാച്ച്ഡ്, എല്ലാ തരത്തിലുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി, അങ്ങനെ ക്യാമ്പസുകൾ, സ്കൂൾ ക്യാമ്പസുകൾ വളരെ മോടി പിടിപ്പിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രോസസ്സിന് വേണ്ടിയാണ് ഈ പണം കൂടുതൽ മുടക്കിയിട്ടുള്ളത്. എനിവേ റീജിയൻ ഓഫ് എഡ്യൂക്കേഷൻ മിഷൻ വന്നതിന് ശേഷം പബ്ലിക് സ്കൂൾ അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിൽ ഒഴുക്കിനെ തടഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ ബെനിഫിഷ്യറീസ് മുഴുവൻ അർബൻ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്കാണ്. എൻ്റെ അറിവിൽപ്പെട്ടത് ഉദുമയുള്ളൊരു മുസ്ലിം ഡോമിനേറ്റ് ആയിട്ടുള്ളൊരു ഗ്രാമത്തിലുള്ളൊരു സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു 2 കോടിയോ മറ്റും കിട്ടി ഈ എഡ്യൂക്കേഷൻ മിഷൻ്റെ ഭാഗമായി ഒരു സ്കൂളിനൊരു ഗുണം കിട്ടിയത്. എൻ്റെ പോയിൻ്റ് അതല്ല. ഇതൊന്നും തന്നെ ഈ വീക്കർ കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ മാർജിനലൈസ് കമ്മ്യൂണിറ്റികൾ എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് സിൻഡ്രോം അവരങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പ്ലാനിങ് ഡോക്യുമെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്ലാനിങ് ഡോക്യുമെൻറ്റുകൾ 1ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു ST വിദ്യാർത്ഥി 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 95% പേരും ഡ്രോപ്പ് ഔട്ട് ആകുന്നു. അതിന് ഉപയോഗിക്കുന്ന പദം ഡ്രോപ്പ് ഔട്ട് സിൻഡ്രോം എന്നാണ്.